കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടികയായി 11 ജില്ലകളിലെ പ്രസിഡന്റുമാരെയാണ് തീരുമാനിച്ചത്. 3 ജില്ലകളിലെ പ്രഖ്യാപനം ഉടനുണ്ടാകും. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും. ബിനോയ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഈ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില ആളുകളുടെ പേര് നിർദ്ദേശിക്കുന്നു, ആ നിലയ്ക്ക് അവരെ തിരഞ്ഞെടുക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇനി താഴെ തട്ട് മുതൽ തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികളെ കണ്ടെത്തണം എന്നായിരുന്നു നിർദ്ദേശമെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ചർച്ചകളുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പലർക്കും അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മൊത്തം സംസ്ഥാനത്ത് 283 ബ്ലോക്ക് പ്രസിഡന്റുമാരാണ് ഉള്ളത്. ഇതിൽ 180 സ്ഥലത്ത് നിന്നും ഒരു പേര് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പട്ടികയിൽ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് KPCC ഭാരവാഹികൾ പറയുന്നത്. ഇവിടെയെല്ലാം തന്നെ ബ്ലോക്ക് തലത്തിൽ ചർച്ച നടത്തി ഒരാളുടെ പേര് മാത്രം ലിസ്റ്റാക്കി കൊടുക്കുകയായിരുന്നു DCC ഭാരവാഹികൾ. എന്നാൽ 283 സ്ഥലങ്ങളിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയാണ് പുറത്തിറങ്ങേണ്ടത്. അതേസമയം കൊല്ലം, മലപ്പുറം, ഒപ്പം തിരുവനന്തപുരം ജില്ലകളിലെ പട്ടിക ഇതുവരെയായും പുറത്തിറങ്ങിയിട്ടില്ല. അത് വൈകുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമാണ്. രണ്ടുപേരും തിരുവനന്തപുരത്ത് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് നീണ്ടുപോകുന്നതെന്നാണ് KPCC വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ തന്നെ ഈ ബ്ലോക്ക് പ്രസിഡന്റുമാർ പലരും ജനസമ്മതരല്ല എന്നും ഇവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ളവരല്ല എന്നുമൊക്കെ പ്രാദേശിക തലത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെയാണ് ഇത്തരം, ആലപ്പുഴ, ഈ 3 ജില്ലകളിലാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പ്രത്യേകിച്ചും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട, നേരത്തെ മുൻ DCC പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രാദേശികമായും വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും തന്നെ കാര്യമായി പരിഗണിക്കാതെ DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒരുപക്ഷെ KPCC ഭാരവാഹികളുടെ പട്ടികയും തയ്യാറാവും. നിലവിൽ ശേഷിക്കുന്ന 3 ജില്ലകളിലെ പട്ടിക 2 ദിവസങ്ങളിൽ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് KPCC വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും DCC ഭാരവാഹികളുടെ ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി തന്നെ കോൺഗ്രസിൽ വലിയ ചർച്ചകൾക്കും ഒപ്പം തന്നെ വിവാദങ്ങൾക്കും എല്ലാം വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പലരും പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. ഗ്രൂപ്പുകൾ മാത്രമല്ല, ചില വ്യക്തി താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള പട്ടികകളാണ് പല ജില്ലകളിലും തയ്യാറാക്കിയിട്ടുള്ളത്. ചില പ്രാദേശിക തലത്തിൽ, ഒപ്പം ചില MLA മാരുടെ താല്പര്യങ്ങൾ, ചില ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് തലത്തിലുള്ള ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ, അത്തരത്തിൽ വിവിധ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പട്ടിക തയ്യാറാക്കണം എന്ന ഒരു ആവശ്യം നേരത്തെ തന്നെ DCC യോഗങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഇത് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ വിവാദങ്ങൾക്കും വാക്കേറ്റത്തിനും വരെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൽ അർഹരായുള്ളവർക്ക് DCC ഭാരവാഹികളായി സ്ഥാനക്കയറ്റം നൽകണമെന്ന ആവശ്യവും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ശരി തന്നെ, ഇനി വരാൻ പോകുന്ന DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അല്പം ബുദ്ധിമുട്ടായി മാറാനാണ് സാധ്യത. DCCയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചത് ഈ നിലയ്ക്കാണ്. അപ്പോൾ ഈ അടുത്ത KPCCയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് വരുന്നതും ഇത്തരത്തിൽ തന്നെയുള്ള നടപടിക്രമങ്ങളിലൂടെയാണോ? നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്ന തരത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ KPCC ഭാരവാഹികളുടെ ലിസ്റ്റും വരാനുള്ള സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അത്തരത്തിലാണ് ചർച്ചകൾ നീങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനു മുമ്പ് തന്നെ KPCC ഭാരവാഹികളെ കണ്ടെത്തി പാർട്ടിയിൽ ഒത്തൊരുമ ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശം നേരത്തെ KPCC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും AI ഗ്രൂപ്പുകളെ കൂടാതെ വിവിധ ഗ്രൂപ്പുകൾ സമീപകാലത്തായി കോൺഗ്രസിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം, ഇവരിലെ ആളുകളെ ഉൾപ്പെടുത്തുന്ന കാര്യം, ഇവയെല്ലാം തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KPCC ഭാരവാഹികളുടെ തെരഞ്ഞെടുക്കുന്നെങ്കിൽ അവരുടെ പട്ടിക തയ്യാറാക്കുന്ന ഒരിക്കൽ പോലും ഒരു ഇലക്ഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല. മിക്കവാറും സമവായത്തിലേക്ക് നീക്കും. സമവായത്തിൽ എത്തണമെങ്കിൽ തന്നെയും വലിയ ഒരു ചർച്ചകൾ തന്നെ വേണ്ടിവരും. തീർച്ചയായും അതുതന്നെയാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ DCC ഭാരവാഹികളുടെ അല്ലെങ്കിൽ ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഡി ബിനോയാണ്. ഒപ്പം